ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച അയിലൂർ പഞ്ചായത്തിലെ കൽച്ചാടി ഉന്നതി റോഡ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KG എൽദോ നിർവഹിച്ചു. എങ്ങനെയാണോ സമൂഹം യാത്ര ചെയ്യുന്നത് ആ സമൂഹത്തോടൊപ്പം ഉന്നതിയിലെ ആളുകളെയും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രാദേശിക സർക്കാരുകളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയിലൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ബാക്കി ഭാഗം ഒരു കുറച്ച് പ്രദേശം കഴിഞ്ഞ ഈ വർഷത്തെ ഫണ്ടിൽ തന്നെ ഗ്രാമപഞ്ചായത്തും കുറേ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഉന്നതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനിയും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അംബേദ്കർ സെറ്റിൽമെൻറ്റ് ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും ഇത് നവീകരിക്കുന്നതിന് വേണ്ടി ST ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ആ പദ്ധതി നടപ്പിലാവുന്നതോടുകൂടി ഒരുപക്ഷെ എല്ലാ അർത്ഥത്തിലും ഈ ഉന്നതിയുടെ മുഖം മാറുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്നത് പ്രാദേശിക സർക്കാരുകൾ എടുക്കുന്ന ചില സമീപനങ്ങൾ കൊണ്ട് മാത്രമാണ്. അതിന് ഈ നാട്ടിലെ ജനങ്ങൾ, സാധാരണക്കാർ, ഇവിടുത്തെ മറ്റുള്ള ആളുകൾ, അതുപോലെ ഉദ്യോഗസ്ഥർ, മറ്റെല്ലാ ആളുകളുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. പലതരം സാങ്കേതിക വിഷയങ്ങൾ, ഇപ്പോൾ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും റോഡ് ചെയ്യുന്നു, ഇത് നടുവിലൊരു പാലമുണ്ട്, ഇത് ഇറിഗേഷൻ്റെയാണ്, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സാങ്കേതിക പ്രയാസങ്ങൾ നമ്മുടെ മുന്നിലാണ്. അപ്പുറത്തെ റോഡ് നമ്മൾ ടാർ ചെയ്തു, ഇവിടെ നിന്ന് കോൺക്രീറ്റ് ചെയ്തു, ഇടയിൽ നിൽക്കുന്ന പാലം എന്ന് പറയുന്നത് ഇറിഗേഷൻ വകുപ്പിൻ്റെയാണ്. അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജശ്വരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് O. അബ്ദുൾ ജലീൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ SM ഷാജഹാൻ, R. കനകലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S. വിനോദ്, പഞ്ചായത്ത് അംഗങ്ങളായ എമിലി ബിജു, V. വിനേഷ്, ജിൻസി ബാബു, ഷാനിഫ അഫ്സൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KS ഉണ്ണി, VP രാജു, ബാലൻ കൽച്ചാടി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.